വിഷയങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ ഇന്ന് നമുക്ക് ആവശ്യം അഴിമതിക്കെതിരായ ഒരു കുരിശുയുദ്ധം കൂടിയാണ്. നമ്മുടെ പ്രവർത്തന പദങ്ങളിൽ നാം നന്നായി ജോലി ചെയ്യുമ്പോൾ വളരെ പരിമിതരായിട്ടുള്ള ഒരു സംഘം ആളുകൾ എന്തു വൃത്തികേടും ചെയ്യാൻ ഈ വകുപ്പിനെ ഉപയോഗിക്കാം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിച്ചാൽ 2000-ഉം 3000-ഉം രൂപ മാത്രം മേടിച്ചു പെട്ടുപോകുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ പണം സംസ്ഥാന വ്യാപകമായി അടിച്ചു വരുമ്പോൾ അതിന്റെ അപമാനം പൂർണ്ണമായിട്ടും ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുടുംബത്തിലെ അംഗങ്ങളല്ലേ റവന്യൂ വകുപ്പിലെ അംഗങ്ങൾ? ഇത്ര കൃത്യമായി ഒരു രൂപ പോലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഫലം പറ്റാതെ രാവിലെ ആരംഭിച്ചു പാതിരാത്രി ഓഫീസിൽ നിന്നിറങ്ങിയാലും വീട്ടിൽ ചെന്നിരുന്ന് സ്വന്തം ലാപ്പിൽ ചെയ്യേണ്ട ഫയലുകൾ തീർക്കുന്നതിൽ നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന, ദുരന്ത ഭൂമിയിൽ ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന, ഏത് വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും അതിന്റെ ഭാഗമായി നിൽക്കുന്ന റവന്യൂ കുടുംബത്തിലെ മഹാഭൂരിപക്ഷം അംഗങ്ങൾ എന്തിനാണ് ഈ അപമാനകരമായിട്ടുള്ള അനുഭവം കേട്ടു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്? ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് പലപ്പോഴും നാം പ്രഖ്യാപിക്കാറുള്ളത്. ആ മുദ്രാവാക്യം ഇനി നിർത്തണം. നമ്മുടെ 2 കൈകളും ശുദ്ധമാണ്. നാം അറിഞ്ഞൊരിക്കലും തെറ്റായൊരു വഴിയിലേക്ക് പോകില്ല. നാം ഒരിക്കലും ഒരു അഴിമതിയെ കൂട്ടുനിൽക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല. അത് അവസാനിപ്പിച്ച് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഒരഴിമതിക്കാരനെയും വെച്ചു കുറുപ്പിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്ത് അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുയുദ്ധത്തിലേക്ക് നമ്മൾ കിടക്കണം. വിജിലൻസ് കേസുകളിൽ പ്രതികളാകുന്നവർ 6 മാസക്കാലം തൽക്കാലം സസ്പെൻഷന് വിധേയമായി ഏതെങ്കിലും വിധത്തിൽ വീട് പണിയുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് തിരിച്ച് 6 മാസക്കാലത്തെ ശമ്പളം കൂടി മേടിച്ച് അത്യപൂർവം ആവേശത്തോടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുക എന്ന ശീലം തുടങ്ങി വെക്കുന്നത് ശരിയായ രീതിയാണ്. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിൽ കേരള സിവിൽ സർവീസ് റൂൾസ് 1960 ആവശ്യമായ ഭേദഗതികൾ വരുത്തി സന്ധിയില്ലാത്ത വിധം, കോംപ്രമൈസ് ഇല്ലാത്ത വിധം അത്തരം കുറ്റങ്ങളിൽ പ്രതികളാണെന്ന് ഉറപ്പിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ കൂടി എടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി വരികയാണ്. നേറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ ചുമതല കൂടി ഏതെങ്കിലും വിധത്തിൽ അധിക ബാധ്യതയില്ലാതെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പുതിയ ആശയത്തിലേക്ക്, റവന്യൂ കാർഡിലേക്ക്, നേറ്റിവിറ്റി കാർഡിലേക്ക് കേരളം പോകുന്ന ഒരു ഘട്ടമാണിത്. ആ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്കാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, റവന്യൂ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നുള്ളതുകൊണ്ട് ഈ 5 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ കാലയളവിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് പിന്തുണയ്ക്ക് ശ്രദ്ധേയമായ വിധത്തിൽ ഈ ഗവൺമെന്റിനോട് ആ വിധത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക്, ഇടപെടലുകൾക്ക് സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ഇതിരി നീണ്ടുപോയത് ഈ വർത്തമാനം തുടങ്ങിയാൽ അങ്ങനെ പോകും എന്നുള്ളതുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ എന്ന വിധത്തിൽ ഇത്തിരി നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാ വിധത്തിലുള്ള ആശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. ശ്രദ്ധേയമായ ഒരു റവന്യൂ വകുപ്പായി വരുന്ന കാലത്തെ, ഞാൻ ഗോവനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ 101% ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളും തർക്കങ്ങളും ചില പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഇനി വരുന്നവർക്ക് ഒരു പ്രതിസന്ധിയുമില്ലാതെ അതിവേഗത്തിൽ ഓടാൻ കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പിന്റെ പാത പൂർണ്ണമായിട്ടും നാം ശരിയാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നാം ഈ ഘട്ടത്തിൽ സമ്മേളനത്തിൽ വന്നു നിൽക്കുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.